പിന്നെ ഞാന് നിൽക്കുന്നത് നമ്മുടെ മുസ്ലിം ജമാഅത്ത് പള്ളിയാണ്. എന്ത് പറയാനാണ്, എരുത്താവൂര് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ പോകുന്നത്, ഇതൊന്നും അല്ല കാണാൻ പോകുന്നത്, ഇതിൽ നിന്നും വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ എന്ത് പറയാനാണ്, അതും ഒരു പുണ്യസ്ഥലം തന്നെയാണ്, ഇതും ഒരു പുണ്യസ്ഥലമാണ്. അത് ഇത്തിരി കൂടെ വൈബായിട്ട് മുകളിലോട്ട് കയറി പോകണം കേട്ടോ. വീണ്ടും ഞാൻ നിങ്ങളെ എന്റെ വ്ളോഗിലൂടെ എല്ലാരെയും ക്ഷണിക്കുകയാണ്. കൂടെ ഈ കാഴ്ചകൾ കാണാനായിട്ട് വന്നോളൂ കേട്ടോ. അതെ, അപ്പൊ പിന്നെ ഞാന് ഇവിടെ നിൽക്കുന്നത് കണ്ടോ, പൂജാ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ക്ഷേത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത്. എരുത്താവൂര് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അതിന്റെ ഫ്രണ്ടിലാണ്, അതിന്റെ ഫ്രണ്ട് കവാടത്തിലാണ് ഞാനുള്ളത്. ഇനി ഈ സ്റ്റെപ്പുകൾ കയറിയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. എന്തായാലും ഞാനിതാ കയറാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ബാലരാമപുരം പഞ്ചായത്തിലെ ആണ് ഈ എരുത്താവൂര് എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സ്ഥലവും ഈ ക്ഷേത്രവും ഒക്കെ അല്ലേ ഞങ്ങളെ തൊഴുതിട്ട് വരാണോ? എഴുത്താവൂരല്ലേ? ഞാനിവിടെ വന്നതാ. എത്ര പടിയുണ്ട്? ഒരുപാട്, ഒരു 50 കൂടുതലുണ്ട്. അതെയോ? അതെയോ? ഇല്ല ഇല്ല, എന്റെ കൂടെ ആളുണ്ട്. പോട്ടെ ഞങ്ങള്. ഓക്കെ ഞങ്ങളെ. അപ്പോ ഇത് 50 പടിയൊന്നും അല്ല, അതിൽ കൂടുതൽ പടികൾ, സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് അങ്കിള് പറയുന്നത്. ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ സ്ഥലമൊക്കെ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എന്റെ ബിൻ ബ്ലോഗിലൂടെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ് മുന്നോട്ട്. നമ്മളൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്, കേരളത്തിലെ പളനി ക്ഷേത്രം എന്നുകൂടെ പറയപ്പെടും കേട്ടോ. അപ്പൊ നമുക്ക് ഈ വഴിയെ നടക്കാൻ. അപ്പൊ സുഖാണല്ലോ അല്ലേ? അപ്പൊ എന്റെ കൂടെ വന്നോളൂ കേട്ടോ. ഓരോ സ്റ്റെപ്പുകളിലും ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവര് സ്പോൺസർ ചെയ്തതെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ്. ഞാൻ കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ പിന്നെ വീണ്ടും ക്ഷണിക്കുന്ന 1986 ആറിലാണോടാ 89 ഈ ക്ഷേത്രം എന്ത് പറയാനാണ് ഓപ്പൺ ആയത് കേട്ടോ. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ പിന്നാലെ പറഞ്ഞു പോകാം. വീണ്ടും പറയാണ്, നമ്മുടെ കേരളത്തിലെ പളനി എന്നറിയപ്പെടും ഈ ക്ഷേത്രം. പിന്നെ ഒരുപാട് സവിശേഷതകളുണ്ട്, പിന്നാലെ പറഞ്ഞു പോകാം നമുക്ക്. അപ്പം എന്തായാലും കുറച്ച് ദൂരം വന്നപ്പോഴേ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ ഒരു കുഞ്ഞു കട കണ്ടിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പൂജാ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ചേച്ചി, എത്ര മണി വരെ ഇന്ന്? വെള്ളിയാഴ്ച എന്നും 12 മണി വരെ. സാധാ അല്ലാത്ത ദിവസം 11 മണി വരെ. ഈ ക്ഷേത്രം രാവിലെ എത്ര മണി തൊട്ടെന്ന് പറയാമോ? രാവിലെ 5 മണി മുതൽ 11 മണി വരെ എന്നുള്ള 5 മണി മുതൽ 11 മണി വരെ. വൈകുന്നേരമാണെങ്കിൽ 5 മണി തൊട്ട് 7 മണി വരെ. 5 മണി തൊട്ട് 7 മണി. അപ്പൊ നമ്മളെ ചേച്ചി ഇങ്ങോട്ട് എടുത്ത് കാണിച്ചേടാ. അത് കുഴപ്പമില്ല ചേച്ചി, മാന്യമായിട്ടുള്ള ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്ത് വീടാണോ ചേച്ചി ഇത് നിങ്ങൾ താമസിക്കുന്ന? കടയാണല്ലേ. അപ്പൊ പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചേച്ചി ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ എന്താ പറയാ ചേച്ചി, എനിക്കൊരു ഡൗട്ടേ, ഈ പടി എത്ര സ്റ്റെപ്പുകൾ കാണും? 400-ന്റെ അകത്തുണ്ട്. 400-ന്റെ അകത്തുണ്ട്. 300 സംതിങ് ഉണ്ട്. അതന്നെ. അതായത് അതിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുക. കറക്റ്റ് ആരും എണ്ണീട്ടില്ല. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് എന്നെ തീർക്കുമായിരുന്നു, ഞാനും അറിഞ്ഞില്ല. പോയി. ആണോ? ഒരാളോട് ചോദിച്ചപ്പോ 425 24 എന്ന് പറഞ്ഞ് ചേച്ചി പറയുന്നു 300-നകത്ത് 400-നകത്തെന്ന് ചേച്ചി പറഞ്ഞ. എന്തായാലും 68 വരെ ഞങ്ങൾ എണ്ണീട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതലുണ്ട്. അല്ലേ 368 തെറ്റിപ്പോവും. ശരി. അത് എനിക്ക് തോന്നുന്നു എന്നെ തിട്ടപ്പെടുത്താൻ പറ്റത്തില്ലാത്തതാണ്. ഓ അങ്ങനെ കേട്ടോ. എത്ര എണ്ണിയാലും നമ്മളെ കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ലെന്നാ ചേച്ചി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനും എണ്ണിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ മുൻപ് മുരുക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടല്ലേ, നമ്മുടെ തമിഴ്നാട്ടിൽ 1520 പടി ഉള്ള സ്റ്റെപ്പ് കേട്ടോ നമ്മളെ മുമ്പ് പോയിട്ടുള്ളത്. അപ്പൊ ഇതെന്തായാലും 400-നകത്തൊന്ന ചേച്ചി. പോട്ടെ ഞങ്ങള് മുകളിലോട്ട്. അപ്പൊ നമുക്ക് ഇവിടെ പോങ്ങുമൂടെന്ന് നമ്മുടെ എന്താ പറയാ ഒരു ആന്റിയൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ഇറങ്ങിയതാണ് അല്ലേ? സ്ഥിരം വരുന്നതാണോ അതോ? ഇല്ല, ഒരു മാസം 2-3 മാസം ആകുമ്പോ വരും. എന്നാലും ആദ്യമായിട്ട് വരുന്നതല്ലേ എന്നെ പോലെ? ഇല്ല, മുമ്പ് വന്നിട്ടുള്ളതാണ്. മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പൊ ഞങ്ങൾ മുകളിലോട്ട് പോട്ടെ. ശരി എന്നാ, ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത് ഒരു വിശ്രമ സ്ഥലമാണ്. ഒരു ഷീറ്റിട്ട് ഒരു ആർച്ച് പോലെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേടാ, കെട്ടിയിട്ടുണ്ട്. അല്പം നേരം നമുക്കിവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ പോകാം. നട അടയ്ക്കുന്ന മുമ്പ് നമുക്ക് അവിടെ എത്തേണ്ടതുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റ് ഞാൻ ഇരിക്കുകയാണ്. വീണ്ടും പറഞ്ഞു പോകുകയാണ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോ അതോ മുട്ട അടിക്കുന്നത്?
ഒരു പ്രത്യേക ദിവസം മാത്രമാണോ? എല്ലാ ദിവസവും ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ കേരളത്തിലെ പളനി എന്ന് പറയുന്നതും ഒരു പ്രത്യേകത എന്താണെന്നറിയോ? മുട്ടയടിക്കും അല്ലേ? കേരളത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് മുട്ടയടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ക്ഷേത്രത്തിന്. അപ്പൊ നമ്മൾ കുറേ ദൂരം നടന്ന് വെടി വഴിപാടിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പൊ വെടി വഴിപാടിന് 10 രൂപ ചേട്ടാ. ചെറുതായാലും വലുതായാലും 10 അല്ലേ? അപ്പൊ ചെറിയ വെടി 10, വലിയ വെടി 10 എന്ന് പറഞ്ഞാൽ വെടി വഴിപാട് ചെയ്യുന്നത് 10 രൂപയാണ്. ഇത് കഴിഞ്ഞ് ചേട്ടാ ഇനി ഒത്തിരി ദൂരം ഉണ്ടോ നമുക്ക് പോകാനുള്ളത്? തൊട്ടടുത്ത് തന്നെ അല്ലേ? അപ്പൊ എന്തായാലും നമ്മൾ ഏതാണ്ട് അടുത്തെത്തിയിട്ടുണ്ട്. ഞാനിതാ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇത് കണ്ടോ, സമാധി മണ്ഡപത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ് ഒരു ആരോ മാർഗം. ഈ വഴിയാണ്. അങ്ങോട്ട് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് ആദ്യം ക്ഷേത്രത്തിലോട്ട് ഒന്ന് പോയി തൊഴുതിട്ട് വരാം കേട്ടോ. അപ്പം വീണ്ടും ഞാൻ എൻ്റെ വ്ലോഗിലൂടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ക്ഷണിക്കുകയാണ് ക്ഷേത്രത്തിന് അകത്തോട്ട് കേട്ടോ. ഇവിടെ വന്നോളൂ. ഞാൻ ക്ഷേത്രത്തിന്റെ മുൻപിൽ എത്താറായിരുന്നു. തളർന്നു കേട്ടോ. അങ്ങോട്ട് കാണിച്ചു വിട്ടാ ഒരുപാട് കുരങ്ങന്മാർ കേട്ടോ. കുട്ടിയും കുറുമാണിയും വലുതും ചെറുതുമായിട്ട് ഒരു 10-50 എന്തായാലും ഇവിടെ കൂടെ ഓടി നടക്കുന്നുണ്ട്. അമ്മ കുരങ്ങും ഒരു കുട്ടി കുരങ്ങും കൂടെ അങ്ങോട്ട് ഇരിക്കും. നോക്കിയൊക്കെ ആ അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ. അതെ, ഇത് കാണിച്ചു കൊടുത്താണ് അങ്ങോട്ട്. അമ്മയും മോളും ആണോ മോനും ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും കേട്ടോ. അയച്ചടാ വെള്ളം കുടിക്കുന്ന സീനൊന്ന് കാണിച്ചു വിടറാ. ഇത് പറഞ്ഞു ഞാൻ പൈപ്പ് തുറന്നു കൊടുക്കായിരുന്നു. വെള്ളം കുടിക്കണണ്ടാ കണ്ടോ? അയച്ചടാ തുറന്നൊക്കെ വെള്ളം കുടിക്കാറാ അറിയാം. അപ്പം കുഞ്ഞിന്റെ മുട്ട അടിക്കുകയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളൂ കേട്ടോ. നമ്മുടെ തമിഴ്നാട് പളനി ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ഷേത്രമാണ്. കുട്ടിയുടെ മുടി വടിക്കുന്നതാണ്. 1 വയസ്സായെന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ബാത്റൂമും അന്നദാനപ്പുര അടുത്ത് അമ്മമാർക്കും മുലയൂട്ടൽ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഫീഡിംഗ് റൂം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല സജ്ജീകരണങ്ങളുണ്ട്. ഒരു ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ക്യാബിനുണ്ട്, ചെയറുണ്ട്. കുട്ടി ഉറങ്ങിയാലും കിടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞ പോവുകയാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ എരുത്താവൂര് ബാലരാമപുരം പഞ്ചായത്താണ് കേട്ടോ. ആ സ്ഥലത്താണ് നമ്മൾ എല്ലാവരും ഇന്നുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അന്നദാനം ഇന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ഉണ്ട് അതിന്റെ അന്നദാനം. അതെ, വരുന്ന അങ്കിള് ആ പിന്നെ ഷഷ്ടിക്ക് മൃഗക്കാർക്കുള്ള ചോറ് കൊടുത്തേ കൊടുക്കും. അല്ലാതെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് അത് കൊടുക്കും. അതെയോ? പിന്നെ വിശാഖത്തിന് സദ്യ ഇലയിട്ട് സദ്യ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ഷേത്രത്തിൽ ഉണ്ട് അല്ലേ? അപ്പൊ അതാ ഇന്ന് എന്തായാലും അന്നദാനം ഉണ്ട്. അന്നദാനം എത്ര മണിക്ക് ആന്റി? അന്നദാനം കൊടുക്കും. അങ്കിൾ എന്താണാവോ കുറെ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? 12:30 കഞ്ഞിയും കുടിച്ചോണ്ട് പോവാം. 12:30 കഞ്ഞിയും കുടിച്ചും കൊണ്ട്. കഞ്ഞിയാണോ ഇന്ന്? ഇന്ന് കഞ്ഞി എന്നെ നോക്കി കഞ്ഞി എന്ന് വിളിക്കണാണോ? ഇന്ന് കഞ്ഞിയാണോ? ഇന്ന് കഞ്ഞിയാണ്. കഞ്ഞി കുടിച്ച് അല്ലേ? അപ്പൊ അങ്കിള് പറഞ്ഞ് നമ്മളോട് കഞ്ഞി കുടിച്ചിട്ടേ പാകാവൂ. അപ്പം ഇതെന്തുവാ കൂട്ടുകറിയാന്നോ? കഞ്ഞി എരിശ്ശേരി. അപ്പൊ കഞ്ഞിക്കുള്ള എരിശ്ശേരിയാണ്. എരിശ്ശേരിക്കകത്ത് എന്റെ ക്യാമറ വീഴുന്നത്. നല്ല ചമ്പാവരി കഞ്ഞിയുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടെയാണ് ഊട്ടുപരയാണ് ഇത്. പാചകപ്പര. അപ്പുറത്താണ് കഴിക്കുന്ന സ്ഥലം. അതുകൂടെ കാണിച്ചത്. നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്ത് പോയിട്ടില്ല ഞാന്. ഞങ്ങൾ നട അടയ്ക്കാറായല്ലേ? അല്ല 12:30 അടയ്ക്കാ. ശരി. എന്താ ചെയറൊക്കെ എടുത്ത് ഒരു ചേട്ടൻ നേരെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല വലിയ ഹാള് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള വെയില് കേട്ടോ. ഇന്നത്തെ ദിവസം ഗംഭീരമായിട്ട് വെയില്. താഴെ എന്താണെന്ന് അറിയില്ല. നമുക്കൊന്ന് നോക്കാവേ. ഓ, ഇവിടെ നിന്നാ താഴോട്ട് അങ്ങോട്ട് പറമ്പാണ് കേട്ടോ. കാട്, നമ്മുടെ പച്ചിലക്കാട് അത് തന്നെയാണേ.
പ്രകൃതി ഭംഗി ആസ്വദിക്കാം കണ്ടോ. നല്ല രസമുണ്ട്. നല്ല വെയിലായോണ്ട് എന്റെ വീഡിയോക്ക് വളരെ ക്ലാരിറ്റി കുറവായിരിക്കും മാക്സിമം, കാരണം അത്രമാത്രം വെയിലുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങിയ സമയം ഒന്നിയിൽ രാവിലെ അതിരാവിലെ ഇറങ്ങണമായിരുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം കേട്ടോ. ഇതുപോലുള്ള സമയം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് വരികയാണെങ്കിൽ അതാണ് ബെസ്റ്റ് സമയം എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മള് ക്ഷേത്രത്തിന്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ക്ഷേത്രത്തിനകത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അതെ, അപ്പോൾ പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തെ എരുത്താപൂര് എന്ന് പറയുന്ന സ്ഥലത്തെ ഈ മുരുകൻ ക്ഷേത്രം എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അത്ര അതിമനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ്. 400-500 പടികൾ താണ്ടി മലയുടെ മുകളിൽ വരുമ്പോൾ ഈ മുരുകൻ ക്ഷേത്രം കാണാനും അതിലധികം ഭക്തിസാന്ദ്രമായി ഒരുപാട് ആളുകൾ ഓടിയെത്തുന്ന ഒരു സ്ഥലവും കൂടെ തന്നെയാണ് നമ്മുടെ എരുത്താപൂര് മുരുകൻ ക്ഷേത്രം. ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി കേട്ടോ. തൊട്ടടുത്ത് എൻ്റെ ഗ്രാമത്തിൽ നിന്നും തൊട്ടടുത്തായ ഈ ക്ഷേത്രം എനിക്കറിയാൻ സാധിച്ചത് ഇപ്പം ഞാൻ ഈ വ്ളോഗ് ചെയ്യുമ്പോഴാണ്. എന്തായാലും എനിക്കിവിടെ വരാനും എന്ത് പറയാനാണ്, ഒന്ന് ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. അപ്പൊ നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും ഉള്ളതാണ് അല്ലേ, ക്യാമറ അലോഡ് അല്ല. ഈ ക്ഷേത്രത്തിൽ അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യം. ക്യാമറ മാക്സിമം കൊണ്ടുപോകാതിരിക്കകത്ത്. അപ്പൊ എന്തായാലും ഇത് പുറമാണ് കേട്ടോ. ഞാൻ പുറം ഭാഗത്ത് നമ്മുടെ ക്ഷേത്രത്തിന്റെ അകത്തുള്ള കാഴ്ചകൾ മീൻസ് പ്രാർത്ഥിച്ചിട്ടൊക്കെ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നാഗരാജ ഇതാണ് കേട്ടോ. ഇവിടെ ആദ്യം നമ്മൾ അവിടെ ഒരു സമാധി കണ്ടിട്ടാണ് കേറി വന്നതല്ലേ. അപ്പൊ ഇത് സമാധി മണ്ഡപമാണ്. അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുത്തേടാ. സമാധി മണ്ഡപമാണ്. അപ്പൊ ഞാനിതിവിടെ തിരക്കിയപ്പോ എനിക്കറിയാൻ സാധിച്ചത് മുരുകനെ ആദ്യം കണ്ട ആളുടെ സമാധി മണ്ഡപം എന്നാണ് പറയുന്നത്. നല്ല തണുത്തൊരു കാറ്റും കൂടെ ഉണ്ട് ഇതിന്റെ മുകളിൽ നിൽക്കുമ്പം. എന്തായാലും ഒരു നട്ടുച്ച സമയത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ചെറിയൊരു കാറ്റും കൂടെ ഉണ്ടെന്നേ. അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട്. ഒരു സന്ധ്യ സമയത്താണെങ്കിൽ ഭയങ്കര വ്യൂ ആയാണ് കേട്ടോ. എങ്കിൽ പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു എന്ത് പറയാനാണ്, നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിപ്പോ ഒരു നട്ടുച്ച സമയത്തല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എങ്കിലും നല്ല പാട്ടാണ് കേട്ടോ. പളനിമല മുരുക അല്ലേ. അപ്പൊ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ മുഴുകി ഞാൻ ഇരിക്കുകയാണ്. ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മുടെ മുരുകനോട് പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് ഒന്ന് മനസ്സ് തുറന്ന് അങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നേ. അപ്പം എന്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത പുതിയ വിശേഷങ്ങളും കുഞ്ഞു കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ. അതുവരെ എല്ലാവർക്കും എന്നെ സംബന്ധിച്ച് ഞാൻ ക്ഷേത്രങ്ങളിലായാലും പള്ളികളിലായാലും എവിടെ പോയാലും ഒരു നേരം ആഹാരം കിട്ടുമെങ്കിൽ അത് വാങ്ങി കഴിക്കാണ്ട് ഞാൻ പോകത്തില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എന്നെ പോലെ ഒരുപാട് ആൾക്കാർ അന്നദാനം മഹാദാനം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കഞ്ഞിയാണ്. അപ്പോൾ എന്ത് പറയാനാണ്, അത് വാങ്ങി കഴിക്കാൻ ഞാനും ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എങ്കിലും നിന്ന് പാത്രമൊക്കെ എടുത്ത് ഞാൻ വാങ്ങിക്കുകയാണ്. നല്ല അടിപൊളി ചമ്പാവരി കഞ്ഞി, നമ്മുടെ എന്ത് പറയാനാണ് എരിശ്ശേരിയും അച്ചാറും പ്രസാദവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതും വാങ്ങി ഞാനിതാ മുന്നോട്ട് നടന്ന് നീങ്ങുകയാണ് കഴിക്കാനായിട്ട്. നല്ല അച്ചാറാണ് കേട്ടോ, നാരങ്ങ അച്ചാർ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനിയും 400-500 പടി താഴെ ഇറങ്ങേണ്ടതുണ്ട്. സ്റ്റെപ്പുകൾ എനിക്ക് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും പറഞ്ഞു പോവുകയാണ്, എരുത്താവൂരിലെ മുരുകൻ ക്ഷേത്രം അടിപൊളിയാണ് കേട്ടോ.